കേരളത്തെ സംബന്ധിച്ച് ഒരു ഞെട്ടിക്കുന്ന വാർത്ത പുറത്തുവിടാനുണ്ടെന്ന് പറഞ്ഞിരുന്നു. എന്തായിരുന്നു ഇത്? വളരെ പ്രാധാന്യമൊന്നും ഇല്ലാത്തൊരു വാർത്തയാണ്. പ്രാധാന്യം ഇല്ലാത്തതുകൊണ്ടാണല്ലോ നമ്മുടെ മാധ്യമങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യാത്തത്. അതെ, സിമ്പിളാണ്. ISISൻ്റെ 3 മോഡ്യൂളുകൾ ജമ്മു കാശ്മീരിൽ സത്യപ്രതിജ്ഞ ചെയ്ത് സജീവമായിട്ടുണ്ട് എന്ന് ഇൻ്റലിജൻസ് റിപ്പോർട്ടുകൾ പറയുന്നു. അപ്പോൾ അതാണോ കാര്യമില്ല എന്ന് പറയുന്നത്? മാത്രമല്ല ആ 3 മോഡ്യൂളുകളും കേരളത്തിൽ നിന്നുള്ള ആളുകളാണ്. അപ്പോൾ അതിന് പ്രാധാന്യമൊന്നുമില്ല. നമ്മുടെ നാട്ടിലെ പത്രത്തിലൊന്നും വാർത്തയാവത്തില്ല. അപ്പോൾ ഇതിൻ്റെ സമയം വളരെ കൃത്യമാണ്. സമയം എന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശ് വലിയ കലാപം, ജിഹാദികൾ ബംഗ്ലാദേശിലെ ഭരണം പിടിച്ചെടുത്തു, ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്യുന്നു. ഹിന്ദുക്കൾ, ക്രിസ്ത്യാനികൾ, സിഖുകാർ, ജൈനർ, ബുദ്ധരൊക്കെ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഇത് കറക്റ്റ് ടൈമാണ്. ഒരു രാജ്യം കൂടെ ഇസ്ലാമായി എന്ന് പറഞ്ഞാൽ തലശ്ശേരിയിൽ പ്രകടനം നടന്നു, കണ്ടായിരുന്നോ? ഇല്ല. ബംഗ്ലാദേശിൽ ഇസ്ലാമിക ഭരണം വന്നു, യഥാർത്ഥ ഇസ്ലാമിക. ഹസീന ഉണ്ടെങ്കിൽ ഹസീന അങ്ങനെ ജിഹാദികൾക്കൊന്നും വകവച്ച് നിൽക്കുന്ന ആളല്ല. മാത്രമല്ല ഇന്ത്യയുടെ സുഹൃത്തുമായിരുന്നല്ലോ. അതുകൊണ്ട് ഹസീന ഇവിടുത്തെ കുറേ ആളുടെ ശത്രുവാണ്. ഇന്ത്യ തന്നെ ശത്രുവാണ്. അപ്പോൾ ഇന്ത്യയുടെ സുഹൃത്തെന്ന് പറഞ്ഞാൽ അതിഭീകര ശത്രുതയുള്ള ആളുകളാണ്. അപ്പോൾ ഹസീന വീണതിൽ വലിയ ആഘോഷം തലശ്ശേരിയിൽ നടക്കുന്നതിൻ്റെ ഒരു വീഡിയോ ഞാൻ കണ്ടു. അപ്പോൾ കറക്റ്റ് ടൈമാണ്. അപ്പോൾ സൽമാൻ ഖുർഷിദിനെ പോലെയുള്ള, മണിശങ്കർ അയ്യരെ പോലെയുള്ള ഇന്ത്യയിലെ കോൺഗ്രസ് നേതാക്കളും ഇന്ത്യയിൽ ബംഗ്ലാദേശ് ആക്രമിക്കണമെന്ന് ആവർത്തിക്കണമെന്ന് പറയുന്നു. ഈ സാഹചര്യത്തിൽ വളരെ പെട്ടെന്ന് ISൻ്റെ വോയിസ് ഓഫ് ഹിന്ദ്, നേരത്തെ വോയിസ് ഓഫ് ഖൊറാസാനിൻ്റെ ഒരിക്കൽ വീഡിയോ ലക്കത്തിൽ വന്ന കാര്യം നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു, മോദിയെ കൊല്ലണം എന്നൊക്കെ പറയുന്നത്. അതിൻ്റെ പുതിയ ലക്കം വന്നിട്ടുണ്ട്. അതിലെ കാര്യങ്ങൾ ഞാൻ പറയാം. പക്ഷേ അതിൽ പറയുന്ന ആഹ്വാനം എന്ന് പറയുന്നത് ഇതാ നമ്മുടെ സമയമായിരിക്കുന്നു, നമ്മൾ ഇന്ത്യയിൽ പ്രവർത്തിക്കേണ്ട സമയമായിരിക്കുന്നു, അതുകൊണ്ട് നമ്മുടെ മോഡ്യൂളുകൾ ആക്ടിവേറ്റ് ചെയ്യണം എന്ന് ഈ വോയിസ് ഓഫ് ഹിന്ദിനകത്ത് വന്ന ലേഖനത്തിന് തൊട്ടു പിന്നാലെ കേരളത്തിൽ നിന്നുള്ള ആളുകൾ, മലയാളികൾ ഉൾപ്പെടുന്ന 3 മോഡ്യൂളുകൾ ജമ്മു കാശ്മീരിൽ ഇപ്പോൾ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതെ, ജിഹാദികളും ഇന്ത്യൻ പട്ടാളവും തമ്മിൽ. അവിടെ വെച്ച് സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതല ഏറ്റെടുത്തു എന്നാണ് വാർത്ത. ഇത് കേരളത്തിലെ ഒരു പത്രത്തിലും വരത്തില്ല. കാരണം കേരളം അങ്ങനെയാണല്ലോ. അതെ, ഞാനൊന്നും പറയുന്നില്ല. ഏതായാലും ഇതിനകത്ത് പറയുന്ന കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ മോദിയും യോഗിയും അത് പതിവല്ലയാണ്. ഇന്ത്യയിലെ ഹിന്ദുക്കളെ സംഘടിപ്പിക്കുന്ന, ഹിന്ദു ഏകീകരണത്തിന് ശ്രമിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് രണ്ടിനെയും തട്ടണം, രണ്ടുപേരെ കൊന്നുകൊള്ളണം. പിന്നെ ഹിന്ദുക്കളെ വളരെ നിസ്സാരം, ഹിന്ദുക്കളെ വീട്ടിൽ നിന്ന് അഴുക്കു തുടച്ചു നീക്കുന്നത് പോലെ അടിച്ചു വാരിക്കളയണം. എവിടെ നിന്ന്? വീട്ടുകളിൽ. ആരുടെ വീട്ടിൽ നിന്ന്? ഹിന്ദുക്കളുടെ വീട്ടിൽ നിന്ന്. ഈ വീട് അവരുടെയാണെന്ന്. അത് ശരി. അല്ല, അതുകൊണ്ടല്ലേ വീട്ടിൽ നിന്ന് നമ്മൾ അഴുക്ക് തൂത്ത് കളയുന്നത് പോലെ ഹിന്ദുക്കളെ കളയണമെന്ന് പറഞ്ഞാൽ വീട് ആരുടെയാ? ഹിന്ദുവിൻ്റെ ആണോ? അപ്പോൾ നമ്മൾ ഈ വഖഫൊക്കെ ആയിട്ട് കൂട്ടി വായിക്കണം. വഖഫിൻ്റെ കീഴിലാണ്. വേണമെങ്കിൽ ഹൈക്കോടതി ചോദിക്കുന്നു, മധ്യപ്രദേശ് ഹൈക്കോടതി, നിങ്ങളൊരു ജസ്റ്റിസ് അലുവാലിയ കോടതി ചോദിക്കുന്ന വീഡിയോ ഉണ്ട്. ചോദിക്കുകയാണ്, നിങ്ങൾ വഖഫൊക്കെ തീരുമാനിച്ചാൽ ഇന്ത്യ മുഴുവൻ വഖഫായി മാറുമല്ലോ. കാരണം ഇസ്ലാമിക രാജ്യം ആയിരുന്നല്ലോ, മുഗളന്മാർ ഭരിച്ചാണല്ലോ. അതുകൊണ്ട് ഇന്ത്യ മുഴുവൻ വഖഫിൻ്റെയാണ്. ഇന്ത്യ ഇസ്ലാമിക രാജ്യമാണ്. പാകിസ്ഥാനേക്കാൾ ഏതാണ്ട് പാകിസ്ഥാൻ്റെ വലിപ്പമുള്ള ഒരു ഭൂപ്രദേശം ഇന്ത്യയിൽ വഖഫിൻ്റെ ഭാഗമായിട്ടുണ്ട്. ഇന്ത്യക്ക് അതൊരു പാകിസ്ഥാനുണ്ട്. അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്നത്, ഇന്നാളെ ഒരാൾ നമ്മുടെ താഴെ ഒരു കമൻറ്റ് വന്നിരിക്കുന്നത്, ഇന്ത്യ ഇസ്ലാമിക രാജ്യമാണ്, കാരണം ആദം ജനിച്ച ഇവിടാണ്. ആദമിൻ്റെ ഭൂമി ഇസ്ലാമിന് ലോകത്തിലെ ആദ്യത്തെ ഇസ്ലാം ആദമാണ്. നബി ജനിച്ചിട്ട് 1400 വർഷമായുള്ളൂ. ആദം ഉണ്ടായപ്പോൾ മുതൽ ആദം ഇസ്ലാമാണ്. അതുകൊണ്ട് ഇന്ത്യ ആദംസ് ബ്രിഡ്ജ്, നമ്മുടെ രാമസേതുവിന് ആദംസ് ബ്രിഡ്ജ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. അതെ. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യ ആദമിൻ്റെ നാടാണ്, അള്ളാവിൻ്റെ നാടാണ്. ഇത് ഈ ഇസ്ലാം രാജ്യമാവേണ്ട നാടാണ്. അപ്പോൾ എന്ന് പറയുന്ന പോലെ അവർ ഹിന്ദുക്കളെ കുറിച്ച് പറയുന്ന വേറെ കാര്യമുണ്ട്. ഹിന്ദുക്കളെ അടിച്ചു തൂത്ത് പുറത്ത് കളയാൻ എളുപ്പമാണ്. എന്താണെന്നറിയോ? ഹിന്ദുക്കൾക്ക് പച്ചക്കറി അരിയാനേ അറിയാവുള്ളൂ. പച്ചക്കറി അരിയാൻ മാത്രം അറിയാവുന്നവരാണ് ഹിന്ദുക്കൾ. നമ്മളങ്ങനെയല്ല. ഇവനെയൊക്കെ അടിച്ച് ഈ രാജ്യത്തുനിന്ന് പുറത്ത് കളയണം. എങ്ങനെ? ഒന്നെങ്കിൽ കൊന്ന്. പിന്നെ എങ്ങോട്ട് പുറത്ത് നമുക്ക് പോകാൻ ഒരു ഇടമില്ല. നേപ്പാൾ ഉണ്ടായിരുന്നു ഒരു ഹിന്ദു രാജ്യമായിട്ടല്ലേ? അതെ. നേപ്പാളിലോട്ട് ഇപ്പോൾ ഹിന്ദു രാജ്യമല്ല. അത് കളിച്ച് പിടിച്ച് അവിടുത്തെ രാജാവിനെയും കൊന്നു, ഹിന്ദു രാജാവിനെയും കൊന്ന് ജനാധിപത്യം വന്ന് ആഴ്ച 4 വെച്ചാണ് സർക്കാർ വരുന്നത്, അല്ലേ? അതെ. രാവിലെ എണീക്കുമ്പോൾ പ്രധാനമന്ത്രിയല്ല.
അപ്പോൾ അവിടെ കമ്മ്യൂണിസം വന്ന് തലയ്ക്ക് പിടിച്ചിട്ട് അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി 2-3 ഉണ്ട്. കമ്മ്യൂണിസ്റ്റ് ഭരണമാണ്, ചൈനയുടെ റിമോട്ട് കൺട്രോൾ ഭരണമാണ് നേപ്പാളിൽ നടക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ രോഹിംഗ്യൻസിന് പോകാൻ രാജ്യം ഒരുപാടുണ്ട്. ബംഗ്ലാദേശിൽ നമ്മുടെ ഹസീന രോഹിംഗ്യൻസിനെ കൊണ്ട് താമസിപ്പിച്ചതോടെയാണ് ഇപ്പോൾ തെരുവിൽ ഈ കലാപം നടക്കുന്നത്. ഇത് മുഴുവൻ രോഹിംഗ്യൻസ് എന്നാണ് പറയുന്നത്. ഏതായാലും അവർക്ക് മുസ്ലിമിന് ലോകത്ത് ഒരുപാട് രാജ്യങ്ങളിൽ അഭയം കിട്ടാനുണ്ട്. ഇന്ത്യയിലെ ഹിന്ദുക്കൾക്ക് ഇന്ത്യ പോയാൽ പിന്നെ എവിടെയുള്ളത്? ഇന്ത്യ പോയി അവിടെ ക്രിസ്ത്യാനിക്കുണ്ടോ? എന്നാലും ചോദിക്കേ, യഹൂദൻ്റെ ജെറുസലേം ഇപ്പോൾ ആരുടെ കയ്യില? ലെബനോൻ ആരുടെ കയ്യില? സിറിയ ആരുടെ കയ്യില? യമൻ ആരുടെ കയ്യില? ബൈബിളിൽ പറയുന്ന പുണ്യദേശങ്ങൾ മുഴുവൻ ഇപ്പോൾ ആരുടെ കയ്യില? ക്രിസ്ത്യാനിക്കും ഇല്ല പോകാനിടം, അല്ലേ? ഹാഗിയ സോഫിയ എന്നൊരു പള്ളി ഉണ്ടായിരുന്നു, ആരുടെ കയ്യില? ആര് കൊണ്ടുപോയി? ചോരാപ്പള്ളി ആര് കൊണ്ടുപോയി? ഈ കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറഞ്ഞ സ്ഥലം ഉണ്ടായിരുന്നു, വളരെ ലോക ക്രിസ്ത്യാനിറ്റിയുടെ ഒരു പ്രധാന കേന്ദ്രമായിരുന്നു, ചരിത്രപ്രസിദ്ധമല്ലേ. ഇപ്പോൾ അതിൻ്റെ പേരെന്താണ്? ഇസ്താംബുൾ എന്നാണ്. പോയില്ലേ? അപ്പോൾ ഇന്ത്യയിലെ ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും പോകാനിടവില്ല. അപ്പോൾ ആകെ ഒറ്റ വഴിയേ ഉള്ളൂ, ഒന്നെങ്കിൽ പൊരുതുക അല്ലെങ്കിൽ ചാവുക, അല്ലേ? രണ്ട് ഓപ്ഷനേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ പറയും ഹിന്ദുക്കൾ ഭൂരിപക്ഷമുള്ള രാജ്യമാണ്, ഭൂരിപക്ഷ വർഗീയത ഇവരെയൊക്കെ ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന്. ഇവരെയൊക്കെ ആരെ ശരിയാക്കുന്നു? ജീവിക്കാൻ നിവർത്തിയില്ല ഈ രാജ്യത്ത്, അഭിപ്രായ സ്വാതന്ത്ര്യമില്ല, അല്ലേ? അതെ. സൈബർ ആക്രമണം മുതൽ ശാരീരിക ആക്രമണം വരെ ഏറ്റുവാങ്ങി മണ്ണും പെണ്ണും ഭൂമിയും അഭിമാനവും സ്വത്തും എല്ലാം നഷ്ടപ്പെട്ട്, അല്ലെ? ലവ് ജിഹാദൊക്കെ ഓർക്കണം, അതാണ് ഞാൻ പെട്ടെന്ന് പറഞ്ഞത്. ക്രിസ്ത്യാനിയും ഹിന്ദുവും ഈ രാജ്യത്ത് നരകിക്കുക. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് വോയിസ് ഓഫ് ഇന്ത്യക്കാരൻ പറയുന്നത് പച്ചക്കറി അറിയാൻ മാത്രമേ അറിയാവൂ ആർക്ക്? ഹിന്ദുവിന്. അതുകൊണ്ട് ഇവനെയൊക്കെ കൊല്ലാൻ ഞങ്ങൾ എളുപ്പമാണ്. ഇനി നമ്മൾ പറയുന്നു അങ്ങനെ ഉടനെ നമ്മൾ പറയും അങ്ങനൊന്നും വിചാരിച്ചാൽ പറ്റൂല, നമ്മുടെ സൈന്യം, നമ്മുടെ ബ്യൂറോക്രസി, സിവിൽ സർവീസ് ഒക്കെ ഇന്ത്യയെ രക്ഷിക്കാനുണ്ടാകുന്നത്. ഇതിനകത്ത് പറയുന്നുണ്ട് അവർ, അതായത് ഇന്ത്യയിലെ ബ്യൂറോക്രാസിയിലെ എല്ലാ ഭാഗത്തും നമ്മുടെ ആളുകൾ കയറിയിട്ടുണ്ട്, അവരെ ആക്ടിവേറ്റ് ചെയ്യേണ്ട സമയമായി. നമ്മുടെ ഈ പഴയ DGPയുടെ പേരെന്താ? ലോക്നാഥ് ബെഹ്റ, അല്ലേ? അതെ. അങ്ങനെ റിട്ടയർ ചെയ്തപ്പോൾ എന്താ പറഞ്ഞ്? IS-ന്റെ വലിയ സ്ലീപ്പർ സെല്ലുകൾ കേരളത്തിലുണ്ടെന്ന് യൂണിഫോം അഴിച്ചു വെച്ചപ്പോൾ മാത്രം പറയാൻ ധൈര്യം കിട്ടിയ വിദ്വാനാണ് അങ്ങനെ. അതെ. പറഞ്ഞില്ല. യൂണിഫോം ഇട്ടപ്പോൾ ഇയാൾ എന്ത് പിണ്ണാക്കാണ് ചെയ്തതെന്നും എനിക്കറിയത്തില്ല. അങ്ങനെ സ്ലീപ്പർ സെല്ലുകൾ ഇവിടെ ഉണ്ടെന്ന് ഇങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ അതിനെ ക്രഷ് ചെയ്യാൻ എന്തായിരുന്നു തടസ്സം മിസ്റ്റർ ലോക്നാഥ് ബെഹ്റ എന്ന് കേരളത്തിൽ ഒരു മാധ്യമക്കാരനും ചോദിച്ചില്ല. ഇങ്ങനെ ഇത് പറഞ്ഞപ്പോൾ നിങ്ങൾ സർവീസിലുണ്ടായിരുന്നല്ലോ, ഇപ്പോഴാണോ നിങ്ങൾ റിട്ടയർ ചെയ്തപ്പോഴാണ് അത് പറയുന്നത്, എന്നിട്ട് നിങ്ങൾ അതിനെ ഇല്ലാതാക്കാൻ നിങ്ങൾ എന്ത് ചെയ്തു എന്ന് ചോദിക്കാൻ മാധ്യമങ്ങളോട് പറഞ്ഞതാണ്. ആ പറഞ്ഞ മാധ്യമ സിംഹങ്ങൾക്ക് കഴിഞ്ഞില്ല. നമ്മുടെ ഒന്നും മുന്നിലല്ല വന്ന് വെട്ടി ചോദിച്ചതും. ഏതായാലും ഇതുണ്ടെന്നുള്ളത് കേരളത്തിലെ DGP പറഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ ആക്ടിവേറ്റഡ് ആണ്, അതിപ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഹിന്ദു ഏകീകരണത്തിന് ശ്രമിക്കുന്ന ആളുകളെ നമ്മൾ ഏറ്റവും അധികം തട്ടണം. എനിക്ക് തോന്നുന്നു കേരളത്തിലെ സമുദായ സംഘടനകളുടെ നേതാക്കന്മാരൊന്നും വരത്തില്ല, കാരണം അവരിപ്പോൾ ഹിന്ദു ഏകീകരണം പറയുന്നില്ല. നേരത്തെ ആയിരുന്നല്ലോ നമ്പൂതിരി മുതൽ നായാടി വരെ ഒന്നിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് അത് സുകുമാരൻ നായരും എല്ലാവരും കൂടെ റെഡിയാക്കി കൈ തന്നു. എന്തായാലും ഹിന്ദു ഏകീകരണത്തെക്കുറിച്ച് കേരളത്തിൽ മിണ്ടുന്നില്ല, പക്ഷേ വടക്കേന്ത്യയും മിണ്ടുന്നുണ്ട്. അതുകൊണ്ട് അവർ പറയുകയാണ് ഹിന്ദു ഏകീകരണത്തിന് ഇപ്പോൾ ശ്രമിക്കുന്നത് പ്രധാനമായും ഇന്ത്യയിലെ സന്യാസിമാരാണ്, എസ്പെഷ്യലി പ്രത്യേകിച്ച് ഹരിദ്വാറിലെ സന്യാസിമാർ. അവരെ എത്രയും വേഗം തട്ടണം. അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ നമ്മളോർക്ക് ഇതൊക്കെ ചുമ്മാ അടിച്ചു വിടുകയാണ്. ABCയിലെ സിനുജിക്ക് വടയാറ സുനിലൊന്നും ഒരു പണിയില്ല, രാവിലെ വന്നിട്ട് ഇങ്ങനെ കത്തിക്കലാണെന്ന്. ഞാൻ ഒരു ഏറ്റവും പുതിയൊരു സംഭവം പറയാം. തെക്കൻ ആസാമിലെ റാങ്പൂർ എന്ന് പറയുന്ന സ്ഥലം, ഹെയിൽക്കണ്ടി എന്ന് പറയുന്ന ജില്ലയിലെ ഭാഗമാണ് റാങ്പൂർ. അവിടെ ഒരുത്തനെ പിടിച്ചിട്ടുണ്ട്. അവൻ്റെ പേര് റസ്വാൻ ഉള്ള മസാർ ബുയ്യ. റസ്വാൻ ഉള്ളയാണോ അള്ളയാണോ? റസ്വാൻ ഉള്ള മസാർ ബുയ്യ. ചെറിയൊരു കാരണത്തിനാണ് പിടിച്ചത്. പുള്ളി അൽ-ഖ്വയ്ദയുടെ ആളാണ്, അതുകൊണ്ടാണ് പിടിച്ചത്. ആള് പാവപ്പെട്ട മനുഷ്യരാണ്. പുള്ളിയുടെ ലക്ഷ്യം പുള്ളി അതിനുള്ള ചില ഓപ്പറേഷൻ, ആസാം ബംഗ്ലാദേശ് അതിർത്തിയൊക്കെ ഉണ്ടല്ലോ, പുള്ളി തീരുമാനിച്ചു ബംഗ്ലാദേശിൽ കലാപം തുടങ്ങി അവിടെ അധികാരം പിടിച്ചത് ഇപ്പോൾ കറക്റ്റ് ടൈമാണ്. ഇപ്പോൾ തന്നെ നമുക്ക് ആസാമിൽ ആരംഭിക്കാം. ആസാമിലെ ഹിമന്ത ബിശ്വ എന്ന് പറയുന്ന BJP മുഖ്യമന്ത്രി ഭയങ്കര പ്രശ്നക്കാരനാണ്. അയാൾ അഡമൻ്റായ ഹിന്ദുവാണ്. ജിഹാദിസം ഒന്നും സമ്മതിക്കത്തില്ല. മദ്രസയൊക്കെ പൂട്ടിക്കോ, മദ്രസയെ പഠിപ്പിക്കുന്നതിന് സിലബസ് ഞങ്ങളുണ്ടാക്കി തരും എന്നൊക്കെ, അത് പറ്റുന്നില്ലേ അടച്ചു പൂട്ടിക്കോ എന്നൊക്കെ പറയുന്ന കടുംപിടുത്തക്കാരനായ മുഖ്യമന്ത്രിയാണ് അസ്സാമിലുള്ളത്. അതുകൊണ്ട് ആസാമിൽ
ഇപ്പോൾ തന്നെ കലാപം ആരംഭിക്കണം. ബംഗ്ലാദേശ് മോഡൽ ആദ്യഘട്ടം അതിനുള്ള ഒരുക്കങ്ങളൊക്കെ കൂട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഹെമന്ത് ബിശ്വയുടെ പോലീസ് വന്ന് പിടിച്ചുകൊണ്ടുപോയി. അപ്പോൾ അത് നമ്മുടെ പത്രത്തിലില്ല. അതായത് ബംഗ്ലാദേശ് മോഡൽ ആസാമിലേക്ക് പകർത്തി ബംഗ്ലാദേശിലുള്ള ആളുകളായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തി അവിടെ നിന്നുള്ള കലാപകാരികളുടെ സഹായം സ്വീകരിച്ച് ഇവിടെയും കലാപം ഉണ്ടാക്കുക, അതിനുള്ള അവരുടെ ആളും അർത്ഥവും ആയുധവും കിട്ടുക, ഇതിനുള്ള സംവിധാനമൊക്കെ ഏർപ്പെടുത്തി അതിനുള്ള ഓർഗനൈസേഷനും ഒക്കെ നടത്തി ആഹ്വാനമൊക്കെ നടത്തി ഒരു മീറ്റിംഗ് ഒക്കെ വിളിക്കാൻ നിൽക്കുമ്പോഴാണ് റസ്വാൻ ഉള്ള മസാർ ബുയിയെ പിടിച്ചുകൊണ്ട് പോയത്. ഇത് ആസാമിലാണ്. ഞാൻ ജില്ല പറഞ്ഞു, പേര് പറഞ്ഞു, സ്ഥലവും പറഞ്ഞു. റാങ്പൂരിൽ. അതായത് ഇപ്പോൾ ഈ വോയിസ് ഓഫ് ഇൻഡ് എന്ന് പറയുന്ന ഈ IS-ൻ്റെ ആഹ്വാനം വന്നതിൻ്റെ തൊട്ടടുത്ത ദിവസം നടന്ന 2 സംഭവങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, 3 മോഡ്യൂളുകൾ ജമ്മു കാശ്മീരിൽ കേരളത്തിൽ നിന്നുള്ളവർ സത്യപ്രതിജ്ഞ ചെയ്ത് ആക്ടിവേറ്റഡ് ആയിട്ടുണ്ട്. മറ്റേ ബഹ്റ പറഞ്ഞ സ്ലീപ്പർ സെല്ലിൽ 3 മലയാളികൾ. അതുകൂടാതെ ആസാമിൽ നിന്ന് റസ്വാൻ ഉള്ള മസാർ ബുയിയെയും പിടികൂടിയിട്ടുണ്ട്. അപ്പോൾ ബംഗ്ലാദേശ് ഒരു പ്രചോദനമാണ്. അതിൻ്റെ ഭാഗമായി അതിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ട് ഇന്ത്യയിൽ കലാപം നടത്താൻ ആളുകൾ തുനിഞ്ഞിറങ്ങിയിട്ടുണ്ട്. വരുന്നുണ്ട് പണി. പച്ചക്കറി അറിയുന്ന ചങ്ങാതിമാരെ നോക്കിക്കോ, പച്ചക്കറി അറിയുന്ന കത്തിയെങ്കിലും കയ്യിലുണ്ടെങ്കിൽ കൊള്ളാം എന്ന് എനിക്ക് പറയാനുള്ളൂ. ഏതായാലും ഇതൊന്നും നമ്മുടെ പത്രങ്ങളിൽ വരത്തില്ല. ഇത് പറഞ്ഞാൽ നമ്മൾ വർഗീയവാദിയാവും. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ തെറ്റാണെന്ന് തെളിയിക്കാൻ പറ്റുന്നവർ ഫാക്ച്വലി ചാലഞ്ച് ചെയ്യണം. കാരണം ഇത് മുഴുവൻ ഒഫീഷ്യൽ ഡോക്യുമെൻറ്റിലുള്ള കാര്യങ്ങളാണ്. കേരളത്തിലെ പത്രത്തിൽ വന്നില്ല എന്നതുകൊണ്ട് ഇപ്പോൾ ചോദിക്കുന്ന കാര്യമുണ്ട്, അതൊന്നും നമ്മുടെ നാട്ടിലെ പത്രത്തിൽ വന്നില്ലല്ലോ, അതുകൊണ്ട് ഞാൻ വിശ്വസിക്കത്തില്ല. എങ്ങനെ വരാനാ? മാതൃഭൂമിക്ക് ബംഗ്ലാദേശിൽ കലാപം ഉണ്ടായെന്ന് ഇന്നാണ് മനസ്സിലായത്. ഇന്നത്തെ പത്രത്തിൽ മാത്രമാണ് ഹിന്ദുക്കൾക്കെതിരെ അവിടെ കലാപമല്ല വംശഹത്യ നടക്കുന്നതെന്നും മാതൃഭൂമിക്ക് ബോധ്യപ്പെട്ടത്. അത് മാതൃഭൂമിയുടെ റിപ്പോർട്ടും അല്ല കൊടുത്തിരിക്കുന്നത്. മാതൃഭൂമി ഓപ്പ് ഇന്ത്യയിൽ വന്ന ഒരു റിപ്പോർട്ട് അവിടുത്തെ ഹിന്ദു, ക്രിസ്ത്യൻ, സിഖ്, ബൗദ്ധ പരിഷത്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അവർ പുതിയ പ്രധാനമന്ത്രിക്ക് കൊടുത്തതിൻ്റെ കോപ്പി, അതിലെ എക്സ്ട്രാക്റ്റ് ആണ് ഓപ്പ് ഇന്ത്യയിൽ വന്നത്. അതെടുത്ത് അതേപോലെ ട്രാൻസ്ലേറ്റ് ചെയ്താൽ വെച്ചാൽ അതിലെ മാതൃഭൂമി സ്വന്തം നിലയ്ക്ക് അവിടെ നടക്കുന്ന ഹിന്ദു ഹത്യയാണെന്ന് ഇന്നും പറഞ്ഞിട്ടില്ല. മാതൃഭൂമി അത്രയെങ്കിലും ചെയ്തല്ലോ. മനോരമ എന്നുള്ള മഹാപത്രം അതും അറിഞ്ഞിട്ടില്ല. ഏതായാലും ഹിന്ദുക്കളുടെ കാര്യം ആയതുകൊണ്ട്, ഹിന്ദുക്കളെ കൊല്ലണം എന്നതായതുകൊണ്ട് ഒട്ടും പറയരുത്. ഹിന്ദുക്കളെ കൊന്നാലും പറയത്തില്ല, ഹിന്ദുക്കളെ കൊല്ലണമെന്ന് ആഹ്വാനം ചെയ്താലും പറയത്തില്ല. അപ്പോൾ ഇതൊക്കെ നമ്മുടെ രാജ്യത്ത് നടക്കുന്നുണ്ട്. ഒന്ന് കരുതിയിരിക്കുക, അറിഞ്ഞിരിക്കുക. എന്നിട്ട് നിങ്ങൾ നാളെ പപ്പുമോന് വോട്ട് ചെയ്യണോ എന്ന് ആലോചിക്കുക. കാരണം ഞാൻ രാഷ്ട്രീയം തന്നെയാണ് പറയുന്നത്. കാരണം ഹിന്ദുക്കളെക്കുറിച്ച് ഈ ഐക്യരാഷ്ട്ര സെക്രട്ടറി ജനറൽ അപലപിച്ചു ബംഗ്ലാദേശിലെ ഹിന്ദു കൂട്ടക്കൊലയെക്കുറിച്ച്. പുതിയ പാകിസ്ഥാൻ പ്രധാനമന്ത്രി മുഹമ്മദ് യൂനുസും അപലപിച്ചു. രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഈ പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞ കിഴങ്ങൻ ഒരക്ഷരം മിണ്ടിട്ടോ ഇല്ല. ബംഗ്ലാദേശിലെ ഹിന്ദു കൂട്ടക്കൊല അപലപിക്കാനെങ്കിലും തയ്യാറായിട്ടുണ്ടോ? ഇല്ല. അയാളുടെ ശിങ്കിടിമാരുണ്ടല്ലോ കുറേ, KC വേണുഗോപാൽ മുതൽ ഇങ്ങ് പ്രേമചന്ദ്രൻ വരെയുള്ള, എറണാകുളത്തുള്ള നമ്മുടെ സുഹൃത്ത് ഹൈബി ഈഡൻ വരെയുള്ളവർ. എന്താ മിണ്ടാത്തെ? പേടിയാ. വഖഫ് നിയമം, ചെറായിലെ പള്ളി വഖഫ് നിയമപ്രകാരം ഏറ്റെടുക്കണമെന്ന് നോട്ടീസ് കൊടുത്തതിൽ ചെറായിലെ ക്രിസ്ത്യാനി പ്രക്ഷോഭത്തിലാണ് ആണല്ലോ. എന്നിട്ട് ഈ വഖഫ് നിയമത്തെ തൊട്ടുപോരെന്നാണ് ഹൈബി ഈഡൻ പാർലമെൻറ്റിൽ പോയി പ്രസംഗിച്ചത്. തൊട്ടുപോരുത് കോൺഗ്രസ് കൊണ്ടുവന്നല്ലേ. ഇതാണ് നമ്മുടെ രാഷ്ട്രീയം. അപ്പോൾ ക്രിസ്ത്യാനി, ഹിന്ദു നിനക്കാരുമില്ല. ഇതാണ് നീ ആദ്യം മനസ്സിലാക്കേണ്ടത്. ദൈവം പോലും രക്ഷിക്കാൻ പറ്റത്തില്ല. TG പറയുന്ന പോലെ ദൈവം ഒരാളെയും രക്ഷിക്കത്തില്ല. നിങ്ങളെ രക്ഷപ്പെടുത്തണമെങ്കിൽ നിങ്ങൾ തീരുമാനിക്കണം. നിങ്ങളുടെ കയ്യിൽ അതിശക്തമായൊരു ആയുധമുണ്ട്. ആയുധം നിങ്ങളേതാണ്ട് ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. ആയുധം ഉപയോഗിക്കേണ്ടത് നിങ്ങൾക്ക് ആകെ ഒരു ആയുധമുള്ളൂ, 5 വർഷത്തിൽ ഒരിക്കൽ കിട്ടുന്ന ആയുധം. ആ ആയുധം കരുതി വെക്കുക, ഉപയോഗിക്കേണ്ട സമയത്ത് ഉപയോഗിക്കുക.